ഇന്ന് ഞാനിതൊരു അടിപൊളി കൂട്ടുകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവോണമൊക്കെ അല്ലുള്ളത്. അപ്പോൾ തിരുവോണത്തിന് കഴിക്കാൻ പറ്റിയ അടിപൊളി കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. കൂട്ടുകറി ഉണ്ടാക്കാനായി 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല, അതൊരു 1.5 ഗ്ലാസ്, അതായത് 250 ml അളവിലുള്ള ഗ്ലാസ്സാണ്. അതിന് 1.5 ഗ്ലാസ് കടലയും, കുതിർന്ന അളവാണ് ഞാനീ പറയുന്നത്. കുതിർന്ന കടല 1.5 ഗ്ലാസ്, ഒരു 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും വേവിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ചേനയും 2 പച്ചക്കായ, അതായത് പച്ച നേന്ത്രക്കായ, അതും കൂടെ ക്യൂബ്സാക്കി ചെറിയ പീസസാക്കി മുറിച്ചിട്ട് മിക്സ് ചെയ്യുക. കടല വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ചേനയും പച്ചക്കായയും മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ള കാര്യം. കടല വേവാൻ കുറച്ച് സമയം എടുക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി. കാര്യം ഇത് നന്നായിട്ട് വേവുന്ന ചേനയാണ്, ഇളയ പച്ചക്കായയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചേനേൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ അത് വിസിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഞാൻ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതിലേക്ക് ഒരു മുറി തേങ്ങ, അതായത് ഒരു തേങ്ങേൻ്റെ പകുതി, ഒരു മുറി തേങ്ങ, അതിലേക്ക് കുറച്ച് 4-5 വെളുത്തുള്ളി, 4-5 ചെറിയുള്ളി, കുറച്ച് ജീരകം, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരയണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അതാണ് കൂട്ടുകറീൻ്റെ പാകം. ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ അമ്മയൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കാം പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ അല്ലായിരിക്കാം ചിലപ്പം കൂട്ടുകറി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവുമായിരിക്കാം എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയല്ലേ ഓരോ ഭക്ഷണങ്ങളും പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ വെക്കുക. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ അറിവ് കൊണ്ടല്ലേ നമ്മൾ ഓരോ ഫുഡും കൂടുതൽ മികച്ചതാക്കുക. അപ്പോൾ ചേനയും പച്ചക്കായും ഒക്കെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സെപ്പറേറ്റ് വേവിച്ചിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതെല്ലാം കടല വെന്ത അതിലേക്ക് തന്നെയാണ് ഇത് വേവിക്കുന്നത്. ഇതിൽ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ ഇല്ല. ആ 2 ഗ്ലാസ് വെള്ളം ഇതിന് കറക്റ്റായിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഏകദേശം ഒന്ന് അളന്ന് നോക്കിയതാണേ. നമ്മളിതെല്ലാം ഒരു കൈക്കണക്കിനല്ലേ ചെയ്യുന്നത്, നമ്മുടെ അമ്മമാരും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് അതിലേക്ക് അരച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് നമ്മുടെ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന സാധനമാണ് കുരുമുളക് പൊടി. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇടണം കുരുമുളക്. അപ്പോൾ കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിടുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി അതിൽ കടുകിട്ടതിന് ശേഷം കടുകും വറ്റൽ മുളകും അതിലേക്കാണ് നമ്മൾ ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ചിലർ തേങ്ങ കൊത്തിടാറില്ല, ഞാൻ പക്ഷേ തേങ്ങ കൊത്തിയിടും. അതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര, നിങ്ങളുടെ കയ്യിൽ ശർക്കരേൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾ പൊടി ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഈ ശർക്കരയാണുള്ളത്, അതാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ കൂട്ടുകറിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ശർക്കര. ഈ കൂട്ടുകറി ഒരു എരിവും ചെറിയൊരു മധുരവും ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെയാണ് ആ കൂട്ടുകറീനെ ആ ഒരു ടേസ്റ്റ് ആക്കുന്ന സാധനം. അപ്പോൾ ഈ ശർക്കര എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുരുമുളക് പൊടിച്ചതും. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് എന്തായാലും നോക്കണേ. നിങ്ങൾ ഉപ്പ് ആ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. എനിക്ക് ഉപ്പ് ഇടേണ്ടി വന്നിട്ടില്ല. ഞാൻ കൈക്കണക്കിന് ഇട്ട ഉപ്പ് കറക്റ്റായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കരുത്, നിർബന്ധമുള്ള കാര്യമല്ല. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും തേങ്ങാക്കൊത്ത്, എനിക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമല്ല, ശ്യാമേട്ടനും എനിക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുക. മറ്റേ ചിരകിയെടുത്ത തേങ്ങ മാത്രം വറുത്തിട്ടാൽ മതി. ഈ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കും. കാര്യം രണ്ടിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആണല്ലോ. ഇത് കട്ടിയുള്ളത് കൊണ്ട്, ഇതിന് കുറച്ച് വേവ് ഉള്ളത് കൊണ്ടാണ് ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ചിരകിയെടുത്ത തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ
രക്തം പരക്കുന്നൊരു സ്മെല്ലുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. ഈ നല്ല തേങ്ങ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ തേങ്ങ വറുത്തിടുന്നതും നല്ല ടേസ്റ്റാണ് കൂട്ടുകറിക്ക്. ഇനി ചിലർ വറുത്തിടാതെ വെക്കുന്നുണ്ടാവാം, കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് തേങ്ങ വറുത്ത് തേങ്ങയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇടാൻ മറക്കരുത്. ആ മുളക് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി, അതായത് ആ എണ്ണയിൽ സെൻറ്ററിലേക്ക് ആക്കി വെച്ച് കൊടുത്താൽ ആ മുളകിൻ്റെ കളറ് നന്നായിട്ട് മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. അതാണ് ആ വറ്റൽമുളകിൻ്റെ പാകം. അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൂട്ടുകറി, ടേസ്റ്റിയായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതും ഒന്ന്